ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പതി. ഞങ്ങൾ വിജയവാഡയിലേക്ക് പോവുകയാണ്. അതെ, നമ്മൾ വിജയവാഡയിലേക്ക് പോവുകയാണ്. തിരുപ്പതിയിലെത്തിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഞങ്ങൾ 4 മണിക്ക് എത്തി. അപ്പോൾ നമ്മളെന്താക്കി, AC കയറിയ സമയത്ത് നമ്മൾ ട്രെയിൻ അടുത്ത് വിജയവാഡ ടു എവിടെയാ, തിരുപ്പതി ടു വിജയവാഡ. തിരുപ്പതി ടു വിജയവാഡ 11 മണിക്കാണ് കാണിച്ചത്. അപ്പോൾ ആ ട്രെയിൻ ക്യാൻസലായിപ്പോയി. അത് വേറൊന്ന്. അപ്പോൾ ഞങ്ങളെന്താക്കി, AC കയറി. വെയിറ്റിംഗ് ഹാളിൽ 100 രൂപ കൊടുത്ത് രാവിലെ തന്നെ 200 രൂപ പോയി. പിന്നെ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ച് ഒരു എന്താ പറയുക 7 സംതിങ് ട്രെയിൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിന് കയറാൻ വേണ്ടി ഓടിപ്പടച്ച് ക്ലോക്ക് റൂമിൽ നിന്നൊക്കെ ബാഗൊക്കെ എടുത്ത് സെറ്റാക്കി. അങ്ങനെ ആ ട്രെയിൻ മിസ്സായി. ഞങ്ങൾക്ക് TTR എന്താ പറയുക ട്രെയിനൊക്കെ സെറ്റാക്കി തരിക. ഇവിടുന്ന് കിട്ടിയില്ല. എന്താ ആര്യാ എന്നെക്കാട്ടിലും മുട്ടതാ. ചേച്ചി വിളിക്കുന്നില്ല, നമ്മളെന്നെക്കാട്ടിലും മുടിക്കത്തെയായിരുന്നു. പിന്നെ ഞങ്ങളെന്താ ഇവിടുന്ന് നേരെ തിരുപ്പതി ടു വിജയവാഡ പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് TTR എല്ലാം സെറ്റ് ചെയ്യുന്നത്. പുള്ളി ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു, പൈസ കൊടുത്തിട്ടോ. ഞങ്ങളെ ട്രെയിനിൽ കയറ്റാനായിട്ട് നിൽക്കുന്നു, ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തിക്കുന്നു. പുള്ളി ചോദിക്കുന്നു രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചോ? കേരളത്തിലുള്ളവർക്കോട് ഞങ്ങളടുത്ത് ഇങ്ങനെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. സമയം 7 മണി. ഞങ്ങളെ ട്രെയിൻ ഞങ്ങൾ എത്തും. ഞങ്ങളെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അതിപ്പോൾ എടുത്തു ജനറൽ അത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇപ്പം TTR ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് സ്ലീപ്പറിൽ എവിടെ കയറിയാലും നിങ്ങൾക്ക് ഇരിക്കാമെന്നാണ്. ഇഷ്ടമുള്ള സീറ്റ്. എനിക്ക് പുള്ളിയെടുത്ത് കുറച്ചുകൂടി സംസാരിച്ച ആ ട്രെയിൻ ഞങ്ങളുടെ പേരിൽ എഴുതി. അയ്യോ, വേറൊരു വിശേഷം ഉണ്ടായി. എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് തിരുപ്പതി ഇറങ്ങാൻ സമയത്ത് ഒരുത്തി എന്താക്കി, മറ്റേ സാധാ ബസ്സിൽ ഇങ്ങനെ സ്ലോ ആയി നിർത്തുന്ന സമയത്ത് ഒന്ന് ചാടി ഇറങ്ങൂലേ, അതുപോലെ ട്രെയിനിൽ ചാടി ഇറങ്ങി. എന്നിട്ട് ഒരു പോലീസ് ഒരു എന്താ മാഡം, പുള്ളിക്കാരി സ്ത്രീയുടെ ചോദിക്കാം മലയാളം അന്നേരം ആ പുള്ളിക്കാരറിയാം എന്താ നിങ്ങൾക്ക് എന്താ പറഞ്ഞേ, എൻ്റെ അടുത്ത് ചോദിച്ചു മലയാളിയാണോ ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ട്രെയിൻ നിർത്തിയ കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. ഞാൻ ഫ്രണ്ടിലോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരെ ആശ്രയിക്കും. ഞാൻ എൻ്റെ ഷിജു സാറിനെ അനുകരിക്കാൻ നോക്കിയതാ. ശ്രീ പിന്നെ ഇവിടുന്ന് എന്തായാലും ഇത്ര നേരം കഴിഞ്ഞാൽ ട്രെയിൻ വരും. അപ്പോൾ അതിൻ്റെയും ബാക്കി വിശേഷങ്ങൾ എന്തായാലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ പോകുന്ന വഴിയിലല്ല ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ എന്തായാലും നമുക്ക് ആഡ് ചെയ്ത് പോവാം. അയ്യോ, അപ്പം ബൈ. ഞങ്ങൾക്ക് ബ്രെഡിൻ്റെ പറ്റില്ല. ഇവിടെ ഒന്നും ഫുഡ് വേണമെന്നില്ല, ഞാൻ മാത്രമേ ഫുഡ് വേണമെന്നുള്ളൂ. മറ്റേ സ്പൂൺ എടുത്തില്ല, അപ്പം കൈകൊണ്ട് കുത്തുന്നുണ്ട്. അവിടെ കുടുംബശ്രീ നടക്കാന്ന്, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം കുടുംബശ്രീ വിളിക്കുമ്പോൾ തന്നെ നോക്കിയേക്കണ്. നമ്മൾ അസായിട്ട് മൂഞ്ചിരിക്കുകയാണ്. സ്ലീപ്പറിൽ കയറിയിട്ട് അങ്ങോട്ട് AC പോകുന്നില്ല. കാരണം സ്ലീപ്പറിൽ എന്ന് വെച്ചാൽ ജനറലാണ്. ഒരാൾക്കും സീറ്റ് കിട്ടിയില്ല. ബംഗാളീസ് കുടുംബങ്ങൾ ഞങ്ങളിവിടെ TT ഉണ്ട്. ഞങ്ങൾ AC മാറ്റാറുണ്ട്. സ്റ്റേഷൻ AC കൺവേർട്ട് ആയിട്ടില്ല. വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയാണ്.
ഉപകാരമില്ല കേട്ടോ. പുള്ളിക്ക് തലയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ തിരുമ്മി തരാൻ മാത്രം പറ്റുള്ളൂ. തിരുമ്പാൻ പോയി ഇവിടെ വെള്ളം കുപ്പി കൊണ്ട് ആള് പോയില്ലേ. ഇവിടെ ടീച്ചർക്ക് പനി സ്നേഹം. എന്തോ പറ്റിയതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ മാറ്റി. ഇവിടെ അടുത്ത് ഇന്ന് തല മറ്റേ നമ്മ ട്രെയിനിങ്ങിന് ആടൂലേ, ആ സമയത്ത് തലയൊന്നും മുട്ടില്ല. വെള്ളം കുപ്പി കൊണ്ട് കാണുന്നപ്പോ വെള്ളം കുപ്പി ആ പാക്കറ്റ് സ്നേഹം കൊണ്ട് ആറാടുകയാണ്. 2 പോലീസുകാരെന്ന് നമ്മൾ ചിരിച്ചു. നോക്കി ദഹിപ്പിച്ചു കേട്ടോ, ചിരിച്ചല്ല നോക്കി ദഹിപ്പിച്ചു. അപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് AC സീറ്റ് കിട്ടി. ഇപ്പോഴും ഞങ്ങളെ വീട്ടിൽ ടീച്ചർ പോയിട്ടില്ല. അത്രയ്ക്ക് കെയറിങ് കേട്ടായി. കുഴപ്പമില്ല, ഇവിടെ AC കിട്ടിയല്ലോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വിജയവാഡയിൽ നിന്ന് ഭീമവാനിലേക്ക് മെമു കയറിയിട്ടാണ്. അവർ അപ്രത്യക്ഷമായി ഒരു ചെരുപ്പ് ട്രാക്കിൽ വീണുപോയി. ഇപ്പം എൻ്റെ അതെന്ത് കാര്യത്തിൽ ഒരാൾ പറയുന്നത് കേട്ട് ഞാൻ ഇരിക്കാൻ പോയതാ. എൻ്റെ കൂടെ എവിടെ സീറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ തലയിരുമ്പോൾ മറ്റേ ജനങ്ങളെ വിളിച്ചതാ. ആക്രാന്ന് മൂത്തിയിരുന്നു ആ ചെരുപ്പ് കാണുന്നത്. എനിക്ക് ആ ചെരുപ്പ് ഒരു സങ്കടം തോന്നില്ല കേട്ടോ. അവർക്ക് ആ ചെരുപ്പ് വീട്ടിൽ സങ്കടം തോന്നില്ലെന്നാ പറയണേ. അങ്ങനെയും ചില ആൾക്കാർ. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ കാഴ്ച കാണാൻ കൊള്ളത്തില്ല. മലയുണ്ട്, മല. ലാസ്റ്റ് എവിടെ എത്തി? ഭീമാവാരം ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ചെരുപ്പ് വീട് പോയി. അപ്പൊ നമുക്ക് കഴിഞ്ഞില്ല. ഇത്രയും സമയം ഞങ്ങൾ വിചാരിച്ചു അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു, മൈൻഡ് ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ബസ്സിന് പോകേണ്ട അവസ്ഥ വന്നു. അതിനുശേഷം അവരവിടെ നിന്ന് പിക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ കളിയുണ്ടെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത്. നാളെ രാവിലെ കളിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഫൈനലി ഭീമവാരം എത്തി. അപ്പോൾ ഒരുത്തിക്ക് ചെരുപ്പില്ലാത്തോണ്ട് ഷൂ വലിച്ചു കയറ്റുക. എന്ത് ചെയ്യാനാ? സോക്സ് വേണ്ട, അങ്ങനെ നമ്മൾ പുതിയ ചെരുപ്പ് വാങ്ങിക്കണ്ടേ. അപ്പൊ അവിടെ ഇനി അതിന്റെ ഈ നേരം വരെ ഫുഡ് കഴിച്ചിട്ടില്ല, വെള്ളം ഭക്ഷിച്ചു. പിന്നെ നമ്മൾ ക്രീം ബണ്ണ് കഴിച്ചു ഇവിടെ എത്താൻ നേരത്ത്. വേറെ ഒന്നും ഭക്ഷിച്ചിട്ടില്ല. ഒരുത്തി തല ഇറങ്ങിപ്പോയി. ഫുഡ് കഴിക്കാതെ തലക്കറങ്ങിയതാണ് ഗൈസ്. പിന്നെ അരഞ്ഞ ചേച്ചി കൂടെ, പിന്നെ ഇതാ ഒരു പൊറുക്കി. അപ്പോൾ നമ്മൾ എന്തായാലും ഊബറൊക്കെ ബുക്കാക്കിയിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നീട് കാണാൻ. ഹലോ ഗായ്സ്, നമ്മളിപ്പോഴും ഭീമാവാരത്ത് ഉണ്ടത്രേ. ഇവിടുന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല, ഓട്ടോ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ പെട്ടുപോയിട്ടാണുള്ളത്. ഇവിടെ ഏതോ ഒരുത്തും കുറേ നേരമായിട്ട് ഞങ്ങളെ തന്നെ കയറ്റിവിടാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവൻ ഞങ്ങളെ കയറ്റിവിടാൻ അവന് ഉറക്കം കിട്ടത്തില്ല. അവൻ എൻ്റെ മുഖത്ത് കുരു കളയാൻ അലോവേര തേക്കണം. അവൻ്റെ മരയുടെ വാങ്ങിച്ചു വെച്ചേക്കും. പുള്ളിക്കാരൻ എടുത്ത് പറയാ അവർ ഹിന്ദിയിലും തെലുങ്കിലായിട്ട് സംസാരിച്ചു. ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്കിലായിട്ട് മിക്സ് ചെയ്ത് സംസാരിച്ചു. കുഴപ്പമില്ലാണ്ടത് മാനേജ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഓട്ടോയിലാണ് പോകുന്നത്. ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഊബറൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഓട്ടോയിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് താഴെ നിൽക്കുന്ന സമയത്ത് ഓട്ടോയിൽ ചേട്ടനുണ്ടായില്ല. അപ്പം 2 പുള്ളിക്കാരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലത്തേക്ക് ഇറക്കിത്തരാന്നൊക്കെ പറഞ്ഞ് ഒന്ന് റെഡിയാക്കി തന്നു. ഞങ്ങൾ ഇത്രയും നേരമായിട്ടും ഈ ഭീമാവാരത്തിലുണ്ടത്രേ. ഇത് ട്രെയിൻ ഇറങ്ങിയ ശേഷം
എന്താ നേരത്തെ പറഞ്ഞില്ലേ ഒരാളുടെ ചെരുപ്പ് പോയിന്ന്, അപ്പോൾ ചെരുപ്പൊക്കെ മേടിച്ച് എന്താ കുറച്ചേരം വെയിറ്റ് ചെയ്തു, കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഓട്ടോ കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഓട്ടോയിൽ ഒരു കെയറിങ് ചേട്ടായി, അവിടെയും കെയറിങ്, അതാ സഹിക്കാൻ പറ്റാത്ത ആ പുള്ളിക്കാരൻ്റെ അച്ഛൻ കഴിയണോ അവരാദ്യം ഓട്ടോയിൽ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറേ ടൈം എടുക്കും, കുറേ പൈസയാവും. അപ്പോൾ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് അരമണിക്കൂറായി. അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരുത്തിക്കങ്ങ് പേടിയായി, ഭയങ്കര ടെൻഷനായി, ഹൈപ്പറായി. എന്താ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ ബാക്കി എന്തായിട്ടും ഞങ്ങളെക്കാട്ടും ലേറ്റായിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഡയറക്റ്റ് ട്രെയിൻ കയറി അവിടെ എത്തി. ഞങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അവിടുന്ന് ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും ലേറ്റായി. അപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ ഓട്ടോയിൽ കയറാതെ ഞങ്ങൾ വേറെ ഓട്ടോ കയറിയിട്ടുണ്ട്. അവിടെ എത്തായാലും എന്തായാലും ഞങ്ങൾ സേഫായിട്ട് അവിടെ പ്രതീക്ഷിക്കുന്നു. ഇവിടത്തിൽ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. അല്ല ഗൈസ്, നമ്മൾ ഇതിപ്പോൾ ഇവിടെ എത്തി, കളിക്കേണ്ട സ്ഥലത്ത് എത്തി, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഭയങ്കര വലിയൊരു ജേണി ആയിരുന്നു നമ്മൾ ഉണ്ടായത്. ഇന്നെന്താ പറയണെന്ന് വെച്ചാൽ നാളെ ഞങ്ങൾക്ക് പ്രാക്ടീസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇപ്പം ഇത്രയും ടയേർഡായതുകൊണ്ട് ഇല്ല. അപ്പം എന്തായാലും വൈകിട്ട് മാച്ച് ഉണ്ടാവും. അപ്പം എന്തായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും കാണാം. ബൈ ബൈ.